നമ്മൾ പഠിക്കുന്നത് JCB സാഹിത്യ പുരസ്കാരത്തെ കുറിച്ചാണ്. സാധാരണ പരീക്ഷയ്ക്കൊക്കെ PSC പരീക്ഷകളിലൊക്കെ ചോദ്യം ഉണ്ടാവുന്ന ഒരു ഏരിയയാണ് JCB സാഹിത്യ പുരസ്കാരം. അപ്പോൾ നമുക്ക് JCB സാഹിത്യ പുരസ്കാരത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഏറ്റവും മൂല്യവത്തായ സാഹിത്യ പുരസ്കാരമാണിത്. JCB സാഹിത്യ പുരസ്കാരം പഠിച്ചു വെച്ചോളൂ. ഇന്ത്യയിലെ ഏറ്റവും മൂല്യവത്തായ സാഹിത്യ പുരസ്കാരം എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ സമ്മാന തുക കൊടുക്കുന്നു എന്നുള്ളതാണ് അല്ലെ. ഇന്ത്യയിലെ ഏറ്റവും മൂല്യവത്തായ സാഹിത്യ പുരസ്കാരമാണ് JCB സാഹിത്യ പുരസ്കാരം. ഇന്ത്യൻ സാഹിത്യ അവാർഡ് അല്ലെ, ഒരു ഇന്ത്യൻ സാഹിത്യ അവാർഡാണ് JCB പുരസ്കാരം. കേൾക്കുമ്പോൾ നമുക്ക് വേറെ എവിടുന്നേലുള്ളതെന്ന് തോന്നും, പക്ഷെ ഒരു ഇന്ത്യൻ സാഹിത്യ അവാർഡാണ് JCB പുരസ്കാരം. ഇനി ഏറ്റവും മൂല്യവത്താണ് എന്ന് പറഞ്ഞു, അപ്പോൾ JCB സാഹിത്യ പുരസ്കാരത്തിന്റെ സമ്മാന തുക അറിഞ്ഞു വെക്കണം. JCB സാഹിത്യ പുരസ്കാരത്തിന്റെ സമ്മാന തുക എന്ന് പറയുന്നത് $29,000 ആണ്. $29,000 ഓക്കെ, അതായത് 25 ലക്ഷം രൂപയാണ് JCB സാഹിത്യ പുരസ്കാരത്തിന്റെ സമ്മാന തുക. ഈ JCB സാഹിത്യ പുരസ്കാരം നൽകുന്ന ആ ഒരു സമിതിയുടെ സ്ഥാപക ഡയറക്ടറായിരുന്നു റാണാദാസ് ഗുപ്ത. ഇപ്പോഴല്ല, ഇതിന്റെ സ്ഥാപക ഡയറക്ടറാണ് റാണാദാസ് ഗുപ്ത. ജസ്റ്റ് അറിഞ്ഞു വെച്ചാൽ മതി കേട്ടോ. മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്ത്യയിലെ ഏറ്റവും മൂല്യവത്തായ സാഹിത്യ പുരസ്കാരം JCB സാഹിത്യ പുരസ്കാരം. സമ്മാന തുകയും കൂടി ഓർത്തു വെച്ചേക്കാം. $29,000 ആണ് സമ്മാന തുക. ഇനി നിങ്ങൾക്ക് പഠിക്കേണ്ടതെന്ന് പറഞ്ഞാൽ 2024 അവസാനം കൊടുത്തത് അല്ലേ, അത് ആർക്കാണ് എന്ന് നമ്മൾ പഠിച്ചു വെക്കണം. അതിന് കൃതിയും നിങ്ങൾ പഠിക്കണം. നോക്കാം. 2024 JCB സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത് ഉപമന്യു ചാറ്റർജിയാണ്. പഠിച്ചു വെക്കണം കേട്ടോ, ഇമ്പോർട്ടൻ്റ് ആണ്. ഉപമന്യു ചാറ്റർജിക്കാണ് 2024 JCB സാഹിത്യ പുരസ്കാരം ലഭിച്ചത്. നേടിക്കൊടുത്ത കൃതി ഏതാന്ന് ചോദിച്ചാൽ ലോറൻസോ സെർച്ചേഴ്സ് ഫോർ ദി മീനിങ് ഓഫ് ലൈഫ് എന്ന കൃതിക്കാണ് 2024 JCB സാഹിത്യ പുരസ്കാരം. അപ്പോൾ പഠിച്ചു വയ്ക്കുക, 2024 JCB സാഹിത്യ പുരസ്കാരം നേടിയ വ്യക്തി ആരാണ്? ഉപമന്യു ചാറ്റർജി. കൃതി ഏതാ? ലോറൻസോ സെർച്ചേഴ്സ് ഫോർ ദി മീനിങ് ഓഫ് ലൈഫ് എന്നതാണ് കൃതി. ഇനി 2024 JCB സാഹിത്യ പുരസ്കാരത്തിന്റെ ചുരുക്കപ്പട്ടികയിൽ എത്തിയ മലയാളം കൃതിയാണ് മരിയ ജസ്റ്റ് മരിയ. ഓക്കെ, മരിയ ജസ്റ്റ് മരിയ എന്നുള്ള കൃതിയാണ് 2024 JCB സാഹിത്യ പുരസ്കാര പട്ടികയിൽ ഇടം പിടിച്ച മലയാളം കൃതി. ഇത് മാതൃഭൂമി ബുക്സ് പ്രസിദ്ധീകരിച്ചതാണ്. സന്ധ്യ മേരിയുടേതാണ് ഈ കൃതി. പക്ഷേ ഇതിനെ നേരെ ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്ത് കഴിഞ്ഞാലേ കിട്ടുള്ളൂ. അപ്പോൾ ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്ത് ജയശ്രീ കളത്തിലാണ് കേട്ടോ. അതത്രയും വേണ്ട, ഇതറിഞ്ഞു വെക്കുക. വേണമെങ്കിൽ ഇങ്ങനെ ചോദിക്കാൻ, 2024 JCB സാഹിത്യ പുരസ്കാര ചുരുക്കപ്പട്ടികയിൽ ഉൾപ്പെട്ട മലയാളം കൃതി ചോദിച്ചാൽ മരിയ ജസ്റ്റ് മരിയാണ്. മരിയ ജസ്റ്റ് മരിയ ആരുടേതാണ്? സന്ധ്യ മേരിയുടെയാണ് കേട്ടോ. സന്ധ്യ മേരിയുടെയാണ് മരിയ ജസ്റ്റ് മരിയ. മാതൃഭൂമി ബുക്സ് പ്രസിദ്ധീകരിച്ചതാണിത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഞാൻ പറഞ്ഞല്ലോ, ഒരു ചെറിയ ക്ലാസ് ആണെന്ന് പറഞ്ഞു. സോ എല്ലാവരും നല്ലപോലെ പഠിക്കുക. ഇമ്പോർട്ടൻ്റ് ആണ്, പഠിക്കുക. ശരിക്കും ഒരു ഷോർട്സ് ഇടാനുള്ളതേ ഉള്ളായിരുന്നു, എങ്കിലും ഞാൻ ഓർത്തു വേണ്ട, ഒരു വീഡിയോ ആയിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത് നിങ്ങളുടെ നോട്ട്ബുക്കിൽ എഴുതി വെച്ച് പഠിക്കണം കേട്ടോ. ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻ കിട്ടും ഉറപ്പാണ്.